Meet the editors. മറുപടിയായോ എന്നാണ് ചോദ്യം. പി. എസ്. സുനിൽ, ഉയർന്ന ചോദ്യങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടിയായോ? മറുപടി ആയില്ല എന്ന് മാത്രമല്ല, ഒരുപാട് പുതിയ ചോദ്യങ്ങൾ ഉയർത്താൻ പറ്റിയ ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയത്. വി ഡി സതീശൻ തന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന രീതിയിൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ വിവാദമാണ്. ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി വി ഡി സതീശനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രരിയോ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് എൻ്റെ അഭിപ്രായം. മറ്റ് പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ജൂലൈ 31 വി ഡി സതീശൻ എന്ത് അടിയന്തര ആവശ്യത്തിനാണ് കൊച്ചിയിലേക്ക് വന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശദീകരിച്ചത് അവിടെ ഒരു ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ വന്നതാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു, പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ കാണാനുള്ള അർജൻസി കൊണ്ട് പെട്ടെന്ന് ഹെലികോപ്റ്ററിൽ പോവുകയായിരുന്നു. ഈ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചെറിയ കക്ഷികളല്ല. അവർ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രിയെ കാണാൻ വന്നത് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. 31 രാവിലെ 10:45 തിരുവനന്തപുരത്ത് നിന്ന് വി ഡി സതീശൻ ആദ്യം ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് വരുന്നത്. കാലാവസ്ഥ പ്രശ്നങ്ങൾ മൂലം ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഹെലികോപ്റ്റർ തിരിച്ചുപോയി. വീണ്ടും തിരിച്ചു വന്ന് 1:45 ഏതാണ്ട് 2 മണിയോടെയാണ് ഇവിടെ കൊച്ചി വിമാനത്താവളത്തിൽ വി ഡി സതീശൻ എൻ്റെ ഹെലികോപ്റ്റർ എത്തുന്നത്. നേരെ അവിടെ നിന്ന് പോയത് ആലുവയിലുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് ആശുപത്രിയിൽ കഴിയുന്ന ആലുവയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് അദ്ദേഹം നേരെ പോയത്. അവിടെ 15 മുതൽ 20 മിനിറ്റ് സമയം അദ്ദേഹം ചെലവഴിച്ചു. പിന്നീട് അവിടെ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ ആലുവയിലുള്ള ദേശം വീട്ടിലേക്ക് പോയി. പോലീസ് റെക്കോർഡ് അനുസരിച്ച് അദ്ദേഹം ഈ ആശുപത്രിയിൽ പോയതുപോലും അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം നേരെ ഹെലികോപ്റ്റർ ഇറങ്ങി നേരെ ആലുവ ദേശം വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ അതിനിടയിൽ അദ്ദേഹം ആകെ ഒരു വിസിറ്റ് മാത്രമേ നടത്തിയിട്ടുള്ളത് ആശുപത്രിയിലാണ്. ആലുവദേശം വീട്ടിൽ അദ്ദേഹം എത്തിയ ശേഷം, അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയ ശേഷം, കൊച്ചിയിലെ വസതിയിലെത്തിയ ശേഷം അദ്ദേഹം എവിടേക്കും പുറത്തേക്ക് പോയിട്ടില്ല. മാത്രമല്ല ഒരു വിസിറ്റേഴ്സിനെയും അനുവദിച്ചിട്ടില്ല. അപ്പോൾ എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് കൂടിക്കാഴ്ച നടന്നത് എന്ന കാര്യം വ്യക്തമല്ല. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ദയവ് ചെയ്ത് ആ ഒരു ഇൻവെസ്റ്റേഴ്സിനെ ഞാനാണ് അയച്ചത്, അവർ ഞാനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണാൻ പോയത് എന്ന ഒരു രക്ഷാപ്രവർത്തനം നടത്തി വരരുത്. ഇത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നു ഇൻവെസ്റ്റേഴ്സിനെ കണ്ടു. ആ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് വെളിപ്പെടുത്താനാകില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ് ആരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് വെളിപ്പെടുത്താനാകില്ല. രഹസ്യ കൂടിക്കാഴ്ച, അങ്ങനെ ഒരു കൂടിക്കാഴ്ചയുണ്ടോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്? ഇത് നിങ്ങൾ അറിഞ്ഞാൽ, അതായത് മാധ്യമങ്ങൾ അറിഞ്ഞാൽ മാധ്യമങ്ങൾ അത് മുടക്കുമത്രേ. അങ്ങനെയുണ്ടോ? കേരളത്തിനൊരു നിക്ഷേപം വരുമ്പോൾ അത് മുടക്കാൻ നടക്കുന്നവരാണോ കേരളത്തിലെ മാധ്യമങ്ങൾ? അങ്ങനെയാണോ മുഖ്യമന്ത്രി വി ഡി സതീശൻ ധരിച്ചു വച്ചിരിക്കുന്നത്? നേരായ നിക്ഷേപമാണെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പിന്തുണയ്ക്കും. അത് ചരിത്രമാണ്, അങ്ങനെയുള്ള ചരിത്രമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏത് നിക്ഷേപകനാണ് അറിഞ്ഞാൽ ഉടൻ കേരളത്തിലെ മാധ്യമങ്ങൾ കൂട്ടായി വന്ന് അതിനെ അങ്ങ് തകർക്കും എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്. അപ്പോൾ എന്ത് രഹസ്യ കൂടിക്കാഴ്ചയാണ്, എന്താണ് ഇവിടെ നടന്നത്? അപ്പോൾ ഏത് നിക്ഷേപകനാണെന്ന് പറയുന്നില്ല, എപ്പോഴാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്ന് പറയുന്നില്ല, എന്തിനു വേണ്ടിയാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് പറയുന്നില്ല. പക്ഷേ ഈ സർക്കാർ രേഖ പ്രകാരം, പോലീസിൻ്റെ രേഖ പ്രകാരം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നതിനുള്ള തെളിവുമില്ല. അപ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് വസ്തുതാവിരുദ്ധമായ കാര്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നൊരു വലിയ ചോദ്യം അവിടെയുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കണം. അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സ് കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നതാണ് കൃത്യമായി രേഖകളൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കണമെങ്കിൽ സ്വാഭാവികമായും നിക്ഷേപമാണല്ലോ. വ്യവസായ മന്ത്രി വേണം, ഉദ്യോഗസ്ഥർ വേണം. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ പറയുകയാണ് ഈ റാന്നിയിലൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കയറി, കാലാവസ്ഥ മുന്നറിയിപ്പ് കിട്ടിയില്ല, പെട്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. വലിയ വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഒരു അണക്കെട്ട് നിറഞ്ഞാൽ അത് തുറന്നു വിടുന്നതിന് മുൻപ് കൃത്യമായി മുന്നറിയിപ്പ് നൽകണം, അനൗൺസ്മെൻറ്റ് നൽകണം.
ഇതൊന്നുമില്ലാതെ അണക്കെട്ട് തുറന്നു വിട്ടു, എല്ലാ മേഖലയിലും വെള്ളം കയറി, ജനങ്ങൾ ദുരിതത്തിലായി. ഇപ്പോഴും പലയിടങ്ങളിലും ആളുകൾ ആ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകാതെ അവിടെ തന്നെ തങ്ങുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു അപകടാവസ്ഥ അവരെ അറിയിക്കുന്നുണ്ട്, പക്ഷേ ഇറങ്ങാൻ പലരും തയ്യാറല്ല. പക്ഷെ അങ്ങനെയല്ല, കുറച്ചുകൂടി അവരെ ഇപ്പോൾ തിരുവല്ല ഭാഗങ്ങളിലൊക്കെ തന്നെ അവിടെ നിന്നൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. നമ്മുടെയൊക്കെ തന്നെ റിപ്പോർട്ടർമാർ അവിടെ എത്തുന്നുണ്ട്, അവിടെ ആളുകൾ ഈ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണുന്നുണ്ട്. പലരും പോകാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് ഈ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുവന്ന് അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയില്ല എന്നാണ്. അതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യമായി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, അവർ വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു. 31-ാം തീയതി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇറക്കിയ വാർത്താക്കുറിപ്പ് ഇതെൻ്റെ കയ്യിലുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ കേരളത്തിൽ എന്താണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നോക്കൂ, ഇതാ ഇങ്ങനെയാണ്: ശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പ്, കനത്ത മഴ മുന്നറിയിപ്പ്, ഇതൊക്കെയുണ്ട്. കനത്ത മഴ മുന്നറിയിപ്പിൽ വളരെ കൃത്യമായി 31-ാം തീയതി എന്ത് സംഭവിക്കും? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. 2 ഓഗസ്റ്റ് 1-ാം തീയതി ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയുണ്ടാകും എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇനി 2-ാം തീയതി മഴയുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൃത്യമായി, വലിയ മഴയുണ്ടാകും, കനത്ത മഴയുണ്ടാകും, സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കനത്ത മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട്, ഇടുക്കി മേഖലയിലൊക്കെ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട് എന്ന് വളരെ കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. മുന്നൊരുക്കം നടത്തിയില്ല. വലിയ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുന്നതിന്, ഇക്കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടാക്കുന്നതിന്, ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ കൃത്യമായി നിർദ്ദേശം നൽകുന്നതിന് വലിയ വീഴ്ച സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് പറയുകയാണ്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, മഴ പെയ്യുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എങ്ങനെ മഴ പെയ്യുമെന്ന് ഞങ്ങൾ അറിയും? ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ദുരിതത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോഴും ആയിരക്കണക്കിന് മനുഷ്യർ വെള്ളം വീടിൻ്റെ പകുതിയോളം മുങ്ങി ആ വീടിൻ്റെ മുകൾ നിലയിൽ കഴിയുന്ന 100 കണക്കിന് മനുഷ്യരുണ്ട് കേരളത്തിൻ്റെ, മധ്യ കേരളത്തിലെ കോട്ടയത്തെയും മറ്റ് ജില്ലകളിലെയും ഒക്കെ തന്നെ പ്രദേശങ്ങളിൽ. അവരൊക്കെ തന്നെ 3-4 ദിവസമായി കറണ്ടില്ല, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. ആ മനുഷ്യർ അവിടെ തന്നെ കഴിയുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് മുന്നറിയിപ്പ് ഉണ്ടായില്ല. ആ മുഖ്യമന്ത്രിയാണെന്ന് ഇവിടെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. എന്ത് പ്രയോറിറ്റിയാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ ജനങ്ങളുടെ ഈ ദുരിതത്തിന് മുന്നിൽ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമ്പോൾ ഈ സർക്കാരിന്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്ത് പ്രയോറിറ്റിയാണുള്ളത്? മുഖ്യമന്ത്രി വി ഡി സതീശൻ യൂത്ത് ലീഗ് നേതാവിൻ്റെ വസതിയിൽ ഭക്ഷണം കഴിക്കാൻ പോയതിനോ അവിടെ ആർഭാട ഭക്ഷണം കഴിച്ചതിനോ ഒന്നും തെറ്റൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ സൗകര്യം. അദ്ദേഹത്തിന് ഏത് വിരുന്നിൽ വേണമെങ്കിലും പങ്കെടുക്കാം. പക്ഷെ നിങ്ങൾ എപ്പോഴാണ് ഈ പങ്കെടുക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഈ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രി വി ഡി സതീശനെ സ്വീകരിക്കാനെത്തിയത് ആരാന്നറിയോ? അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി, അവിടുത്തെ ജില്ലാ ഉദ്യോഗസ്ഥർ. അതായത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു ജില്ലയിൽ നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥർ മുഴുവൻ ആ യൂത്ത് ലീഗ് നേതാവിൻ്റെ വീട്ടിൽ നിൽക്കുക മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ. അന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഓഗസ്റ്റ് 1-ാം തീയതി എന്താണ് അവസ്ഥ? അന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്, ശക്തമായ മഴയാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകേണ്ട ഉദ്യോഗസ്ഥർ എവിടെയാണുള്ളത്? മുഖ്യമന്ത്രിയുടെ ഈ സൽക്കാരം നടക്കുന്ന വീട്ടിലാണുള്ളത്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അവിടെ നിങ്ങളുടെ പ്രയോറിറ്റി ഒരു പ്രശ്നമാണ്. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? നിങ്ങൾ എന്തിനാണ് മുൻഗണന നൽകുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നോക്കൂ, അക്കാര്യത്തിലൊക്കെ തന്നെ വലിയ വീഴ്ച ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മുൻ സർക്കാർ ഒരു മോഡലാണ്, മുൻ സർക്കാർ വലിയ മോഡൽ വരച്ചു വെച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ദുരന്ത മുനയിൽ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കാര്യമല്ല മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ, ഇൻവെസ്റ്റേഴ്സ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ, കൃത്യമായ മറുപടി വി ഡി സതീശൻ നൽകിയിട്ടില്ല. ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മൾക്ക് ലഭിച്ച വിവരമനുസരിച്ച്, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രിയുടെ യാത്രാ വിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടേയില്ല.
പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇങ്ങനെയൊരു വസ്തുതാവിരുദ്ധമായ കാര്യം ഒരു വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി ഇങ്ങനെ പറയുന്നത്? അത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല മുഖ്യമന്ത്രി വി ഡി സതീശന്. ഏതായാലും ഈ സർക്കാർ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് തോന്നണം ജനങ്ങൾക്ക് ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ. അങ്ങനെ തോന്നാത്തൊരു സാഹചര്യം ദയവ് ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ സൃഷ്ടിക്കരുത്. ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടിയായോ എന്നാണ് ചോദ്യം. സ്മൃതി, വി ഡി സതീശൻ നൽകിയ മറുപടി എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായോ? മുഖ്യമന്ത്രി മറുപടി പറയാനാണല്ലോ വാർത്താ സമ്മേളനം നടത്തിയത്. എല്ലാ മറുപടികളും ശരിയായ മറുപടികളായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ചില മറുപടികൾ നല്ല വ്യക്തമായ മറുപടിയായിരുന്നു. ഇത്രയേ വേണ്ടൂ എന്നുള്ള കൃത്യമായ ധാരണയോട് കൂടിയുള്ള മറുപടിയായിരുന്നു. അതിൽ ഏറ്റവും വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും നല്ല മറുപടിയായി എനിക്ക് തോന്നിയത് അധ്യാപകരുടെ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അതൊരു മാധ്യമ പ്രവർത്തനം ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നു. ഞാൻ 2 തവണ അവരുമായി ചർച്ച നടത്തി, ഇനിയും ചർച്ച നടത്തും, പരിഹാരമുണ്ടാക്കും എന്ന് പറയുന്നു. അത്രയും മതി, ചോദ്യങ്ങൾക്ക് മറുപടി അത്ര മതി. പക്ഷേ മുഖ്യമന്ത്രി പലപ്പോഴും അതിവൈകാരികമായി പ്രതിപക്ഷം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ചൂണ്ടയിൽ കൊളുത്തി അതിൽ വീണു പോകുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പല കാര്യങ്ങളിലും അങ്ങനെയാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ഇപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത് വിരുന്നായിരുന്നു എന്നുള്ള വിമർശനത്തിന് അദ്ദേഹം ഇന്ന് മറുപടി വളരെ വിശദമായി തന്നെ നൽകിയാണ്. ആ പരിപാടിയിലേക്ക് പോയ കാര്യം 3 മണിക്കാണ് അവിടെ എത്തിയതെന്നും 3 മണിക്കാണ് ഉച്ചഭക്ഷണം കഴിച്ചതെന്നും മലബാറിലുള്ളവർ ഭക്ഷണം എങ്ങനെയാണ് തരുന്ന രീതിയെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. താൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചു എന്നതിൽ അവിടെ അവസാനിപ്പിക്കേണ്ടതിന് പകരം കഴിഞ്ഞ സർക്കാരിലെ മുഖ്യമന്ത്രി പ്രളയകാലത്ത് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു. എന്തൊരു മോശമാണ്, എന്തൊരു ഹീനമാണ്. അത് ഹീനമാണോ എന്നുള്ളത് കാണുന്നവർ കേൾക്കുന്നവർ മനസ്സിലാക്കും, അത് വിലയിരുത്തും. അതിനുള്ള കഴിവ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അത് മുഖ്യമന്ത്രി അത് വീണ്ടും അത് വിശദീകരിച്ച് അതിലേക്ക് തന്നെ പിന്നെയും പോയി മറുപടിക്ക് മറുപടി എന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും മാധ്യമങ്ങൾ അത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ മറുപടി പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ വീണ്ടും കറങ്ങിത്തിരിയുന്ന മുഖ്യമന്ത്രിയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ഇനി രണ്ടാമത്തത് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടാണ്. ഹെലികോപ്റ്റർ അദ്ദേഹം പറയുന്നത് ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഒരു ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ പരിപാടി എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞാണല്ലോ. അപ്പോൾ ആ പരിപാടി ഇതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതിലും ഒരു അനാവശ്യമായി അതിപ്പോൾ നിങ്ങൾ അറിയേണ്ടതില്ല, അതിങ്ങനെയും പറയാം, അത് ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. തമിഴ്നാടിനും നമുക്കും കൂടിയുള്ളൊരു മത്സരം അതിലുണ്ട്, അതിലൊരു പൂർണ്ണ രൂപമാകട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറയുന്ന മറുപടി ആയിരുന്നെങ്കിൽ അത് അവിടെ അവസാനിക്കുമായിരുന്നു. പകരം ഞാനത് പറഞ്ഞിട്ട് അത് നിങ്ങൾ മുടക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ സർക്കാരിൻ്റെ പദ്ധതികളെ അല്ലെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് വരുന്നതിനെ മുടക്കാനുള്ള നടപടികളുമായി മാധ്യമപ്രവർത്തകർ പോകുന്നുണ്ടോ? അങ്ങനെ ഒരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള സാഹചര്യം മുഖ്യമന്ത്രി ഒരുക്കേണ്ടതിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ദുരന്തമുണ്ടായ ശേഷം 3-ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി മറുപടിക്ക് വരുന്നത്. ഈ വിവാദം, ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും പൊന്നാനിയിൽ ഭക്ഷണം കഴിച്ചതുമായിട്ടുള്ള വിവാദം വരുന്ന ഘട്ടത്തിൽ വളരെ വേഗം തന്നെ ഇതിൽ ഒരു പ്രതികരണം, ഒരു മൈക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊരു പ്രതികരണം നൽകുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചോ വേണമെങ്കിൽ ഒരു മറുപടി ആ ഘട്ടത്തിൽ തന്നെ നൽകാമായിരുന്നു. ഇത് ഒരു ചട്ടപ്പടിയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ബുധനാഴ്ചകളിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. അപ്പോൾ ബുധനാഴ്ചകളിലേക്ക് എന്ത് വിവാദം ഉണ്ടാകുമ്പോഴേക്കും ബുധനാഴ്ചത്തേക്ക് നീക്കി വയ്ക്കുന്ന രീതി. ഇന്നിപ്പോൾ ബുധനാഴ്ചയല്ല, തിങ്കളാഴ്ച തന്നെ മറുപടി പറയുന്നു. പക്ഷേ അത് വൈകിയ മറുപടി തന്നെയാണ്. ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അത് പരിഹരിച്ചു പോവുക എന്നുള്ളതാണ് കുറച്ചുകൂടി നല്ല രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ നീട്ടിവെച്ചുകൊണ്ട് കൂടുതൽ അതിന്മേൽ കഥകൾ ഉണ്ടാക്കാൻ, ഉപകഥകൾ മെനയാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം ഇതിൽ ഏകോപനവുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഏകോപനം നടത്തണം, മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു ശൈലിയായിരുന്നു. ഏകോപനം വേണ്ടതുണ്ട്, അക്കാര്യത്തിൽ തർക്കമില്ല. ഒരു കേന്ദ്രത്തിൽ നിന്നും ചുറ്റുമുള്ളവർക്ക് ഒരേ രൂപത്തിലുള്ള മറുപടികളും ഒരേ തരത്തിലുള്ള വിശദീകരണവുമാണ് നൽകേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ദുരന്തത്തിൽ അങ്ങനെയല്ല. ഈ മരണക്കണക്കായാലും ദുരന്തമുണ്ടായതിൻ്റെ കണക്കായാലും ഓറഞ്ച് അലേർട്ടിൻ്റെ കണക്കായാലും ഒക്കെ പല ജില്ലകളിൽ നിന്നും ഈ ക്യാമ്പുകളിലെത്തുന്നവരുടെ എണ്ണത്തിലൊക്കെ ആയിട്ട് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ മന്ത്രിമാരിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് വന്നത്. അതിനൊരു ഏക സ്വഭാവം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്രൈസിസ് കമ്മ്യൂണിക്കേഷനിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ കമ്മ്യൂണിക്കേഷൻ ഒറ്റ രൂപത്തിലായിരിക്കണം. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്നും കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി വളരെ ഭംഗിയായി തന്നെ നൽകിക്കൊണ്ടിരുന്ന വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രിയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പിണറായി വിജയൻ തന്നെ അത് ഏറ്റെടുക്കുകയും പിണറായി വിജയൻ മാത്രം പറഞ്ഞാൽ മതി എന്ന രൂപത്തിലാവുന്ന എന്ന ശൈലിയോട് എനിക്ക് യോജിപ്പില്ല. മുഖ്യമന്ത്രിയാണ് നേതൃത്വം നൽകേണ്ടത്.
ഉറപ്പായിട്ടും അദ്ദേഹം തന്നെയാണ് അതിൽ നേതൃത്വം നൽകേണ്ടത്. മറ്റു മന്ത്രിമാർക്കും ചുമതലകൾ നൽകിയിരിക്കുന്നു. നമുക്കിപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നമ്മൾ മന്ത്രി പി.സി. വിശ്വനാഥിൽ നിന്നും എ പി അനിൽകുമാറിൽ നിന്നും ഒക്കെ അതത് ജില്ലകളുമായി ബന്ധപ്പെട്ട കൃത്യമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മന്ത്രിമാർക്കും ആ ചുമതലയും ആ അധികാരവും അത് നടപ്പാക്കാനുള്ള കഴിവുമുണ്ട്. അവരത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദുരന്തത്തിന് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ. വലിയ രൂപത്തിൽ വലിയ വീഴ്ചകളുടെ ഒരു തുടർച്ചയുണ്ടായി എന്ന രൂപത്തിലൊന്നും ഞാൻ അതിനെ കാണുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചാലും അത് പറഞ്ഞതുപോലെ ഈ അലേർട്ട് ലഭിക്കാൻ വൈകി എന്ന് പറയുന്നതിലും ചില പാളിച്ചകളുണ്ട്. അലേർട്ട് 31-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് ആ വാർത്താക്കുറിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പ് ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അത് പരിശോധിക്കുന്നില്ല? പരിശോധിച്ചിട്ട് വേണ്ടിയിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത് വിശദീകരിക്കാൻ. അപ്പോൾ ഇത് ഈ പരസ്പര വിരുദ്ധമായി പോകുന്ന ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിലപ്പുറം ഇതിപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിപക്ഷ ആരോപണം ഭക്ഷണം എന്നതിൽ നിന്ന് വിട്ടുകഴിഞ്ഞു. ഭക്ഷണം എല്ലാ പ്രശ്നം എന്ന് പറയുന്നു. അങ്ങനെ ഒരു പരിപാടിക്ക് പോകാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഔചിത്യക്കുറവ് എനിക്ക് തോന്നിയത് ഈ ജ്വല്ലറി ഉദ്ഘാടനം പരിപാടിക്ക് അദ്ദേഹം പോകേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഔചിത്യമില്ലാത്ത സംഭവങ്ങൾ, ഔചിത്യക്കുറവോടുകൂടിയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റൂം ഫോർ റിവർ എന്നൊരു വലിയ പ്രോജക്റ്റ്, അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നെതർലാൻഡ്സിൽ പോയിക്കൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി ആലോചിച്ചിരുന്നത്. ആ പദ്ധതി എന്തായിരുന്നു? ഈ വെള്ളപ്പൊക്കം ഒഴിവാക്കുക. അതായത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം, മഴ പെയ്ത് മഴ നിന്ന് പോയിഞ്ഞാലും വിവിധ ഇടങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകി പോകാത്ത പ്രശ്നം, അതിനുള്ള പരിഹാരം എന്നൊക്കെയാണ് റൂം ഫോർ ദ റിവർ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചുകൊണ്ട് എന്താണ് കേരളത്തിൽ വെള്ളപ്പൊക്കം റൂം ഫോർ റിവർ പ്രഖ്യാപനം, ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കം തടയാൻ 3 വർഷം മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകുന്നു. അതിൽ ആദ്യ ഗഡുവായി 81.42 ലക്ഷം നൽകി, തുടർ തുക നൽകി അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസഫും ഇന്ത്യൻ അംബാസിഡർ വേണു രാജാമണി, വിശ്വാസ് മേത്തയും ഒക്കെ അടങ്ങിയ സംഘം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നെതർലാൻഡ്സ് സന്ദർശിച്ചു. പദ്ധതി വിലയിരുത്തി. യാത്രയ്ക്ക് മാത്രമായി 20,85,000 രൂപ ചെലവായി. മടങ്ങി എത്തിയ ശേഷം ആ പ്രഖ്യാപനം നടത്തി. അതെവിടെയും നടന്നില്ല, അത് നടപ്പായില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പ്രളയജലം വീടുകളിലേക്ക് ഒഴുകി പോകാതിരിക്കുന്ന പദ്ധതിയായിട്ടാണ് ഇതിനെ പ്രഖ്യാപിച്ചത്. പിന്നീട് അത് ട്രോളുകളായി വീടുകളിൽ വെള്ളം നിറയുന്നതിനെ റൂം ഫോർ റിവർ എന്ന രൂപത്തിൽ പരിഹസിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരോ കാലത്ത് സംഭവിക്കുന്ന ഔചിത്യക്കുറവിന്റെ സംഭവങ്ങളാണ്. അത് പല രൂപത്തിൽ സംഭവിക്കുന്നു. ആ പദ്ധതി നടപ്പായിട്ടില്ല എന്നുള്ള കാര്യവും, ആ പദ്ധതിക്ക് ആ പണം ചെലവാക്കിയത് വെറുതെ ആയി എന്നുള്ളതും നമുക്ക് കണക്കുകളടക്കമുള്ള പദ്ധതി പാഴായി എന്ന് പറയുന്നത് ഔചിത്യക്കുറവെന്ന് പറഞ്ഞാൽ, ഇപ്പം മുഖ്യമന്ത്രി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥലത്തേക്ക് ഈ പരിവാരങ്ങളുമായി, ദുരന്ത നിവാരണം ഏകോപിപ്പിക്കേണ്ട പരിവാരങ്ങളുമായി പോയി ഭക്ഷണം കഴിക്കലും സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണോ ഔചിത്യത്തിന്റെ പ്രശ്നം? റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഡച്ച് പദ്ധതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നില്ല. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാനത് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് ഇപ്പോൾ വി ഡി സതീശനെ കുഴപ്പത്തിലാക്കി മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് പോലെ ആ രൂപത്തിലേക്ക് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദ്യമല്ല, ഞാൻ ഇതിനകത്ത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. റൂം ഫോർ റിവർ പദ്ധതി എന്നുള്ളത് നടപ്പാകാനുള്ള കൃത്യമായ പഠനം നടത്താതെയാണ് ആ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. വെറുതെ പണം ചെലവാക്കി അവിടെ പോയി അതുമായി ബന്ധപ്പെട്ട് ഇത്രയും തുക ചെലവാക്കി, യാത്രയ്ക്ക് തന്നെ ചെലവാക്കി, ഒരു സംഘമായി പോയി തിരിച്ചു വന്നു. ആ പദ്ധതി നടപ്പായില്ല എന്നത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ നഷ്ടപ്പെടുത്തിയ കോടികൾ എന്നതിലാണ് അതിൽ അനാവശ്യത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യങ്ങളിലുള്ള പാളിച്ചകളും കുഴപ്പങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. മറുപടിയാകുമ്പോൾ എല്ലാ മറുപടിയും വ്യക്തമായിരുന്നില്ല. അദ്ദേഹത്തിന് കൃത്യമായ മറുപടി പറയാൻ അറിയാത്തതല്ല. നിങ്ങളിങ്ങനെ ചോദ്യോത്തരവേള കൊണ്ടുവരാതിരിക്കണ്ട. എല്ലാ കാര്യത്തിലും മറുപടി പറയാൻ അറിയുന്നയാളാണ് മുഖ്യമന്ത്രി. അപ്പോൾ വൈകാരികമായി ഈ തരത്തിൽ ഒരു ശാഠ്യത്തിന്റെ രൂപത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകുന്നത് അബദ്ധമാണ് എന്നതാണ് എൻ്റെ. എനിക്ക് സ്മൃതിയോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, നമുക്ക് ബാക്കിയൊക്കെ വിടാം. സ്മൃതി പറഞ്ഞ ഒരേ ഒരു കാര്യം, സ്മൃതി അതിനകത്ത് അനൗചിത്യം തോന്നിയത് ജൂവലറി ഉദ്ഘാടനത്തിന് പോയതാണ്. ജൂവലറി ഉദ്ഘാടനത്തിന് പോകുന്നത് എന്നാ 2-ാം തീയതിയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രളയം സമാനമായ സാഹചര്യം ഉണ്ടാകുന്നത് 1-ാം തീയതിയാണ്. എനിക്ക് സ്മൃതിയോടുള്ള ചോദ്യം ഇതാണ്, അത് സ്മൃതിക്ക് ഉത്തരം നൽകാൻ പറ്റുമെങ്കിൽ ഉത്തരം നൽകുക. 31-ാം തീയതി 3 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കൃത്യമായ മുന്നറിയിപ്പ് വരുന്നു. മിന്നൽ പ്രളയം, താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം അടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ച് ഈ പ്രദേശങ്ങളിൽ, അതായത് 31-ാം തീയതി 1, 2 തീയതികളിലെ കൃത്യമായി ഓറഞ്ച് റെഡ് അലർട്ടുകളെക്കുറിച്ച് പറയുന്നു. മലപ്പുറത്ത് 1-ാം തീയതിയും 2-ാം തീയതിയും ഓറഞ്ച് അലർട്ടുണ്ട് എന്ന് പറയുന്നു. പത്തനംതിട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ അലർട്ടുണ്ടെന്ന് പറയുന്നു. ഈ അലർട്ട് വരുന്ന സമയത്ത്
മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് പോലീസ് റെക്കോർഡ് പ്രകാരം എറണാകുളത്ത്. അതായത് തൊട്ടടുത്ത ദിവസം കനത്ത മഴയുണ്ട്, തെക്കൻ ജില്ലയിലടക്കം മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ സ്വകാര്യ പരിപാടിക്കാണോ പോകേണ്ടിയിരുന്നത്, പകരം ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലേക്കാണോ പോകേണ്ടിയിരുന്നത്? അതിന് മാത്രം ഉത്തരം തന്നാൽ മതി. അല്ല, ഉത്തരം തന്നാൽ മതി എന്ന് വെച്ചാൽ ഞാൻ ഉത്തരം അധികാരപ്പെട്ട ആളാണോ? അല്ല, അതിനകത്ത് ഔചിത്യം സ്മൃതിക്ക് തോന്നുന്നു, അനൗചിത്യം ഞാൻ അനൗചിത്യം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് പരിപാടികൾ. അല്ല, ഞാൻ ഡോക്ടർ അരുൺകുമാറിന്റെ അനൗചിത്യം ചിന്തിക്കുന്നതാണ് അനൗചിത്യമെന്നും ഞാൻ കാര്യമില്ല. കനത്ത മഴയുണ്ടാകുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി ഏകോപിപ്പിക്കേണ്ട മുഖ്യമന്ത്രി 1-ാം തീയതി എറണാകുളത്ത് നിന്നും സ്വന്തം വീട്ടിൽ നിന്നും 31-ാം തീയതി എറണാകുളത്തുള്ള മുഖ്യമന്ത്രി 1-ാം തീയതി തലസ്ഥാനത്തേക്ക് വരാതെ മലപ്പുറത്തേക്ക് പോയത് എന്തിനാണ്? ഏത് ഔദ്യോഗിക പരിപാടിയാണ് അദ്ദേഹം അന്ന് പങ്കെടുത്തത്? അതിനകത്ത് അനൗചിത്യം തോന്നുന്നില്ലേ? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി അല്ലേ? 2-ാം തീയതി ജൂവലറി ഉദ്ഘാടനം വിടൂ, അതിനുശേഷം അപ്പോഴേക്കൊക്കെ ഇവിടെ മനുഷ്യര് മണ്ണിനടിയിൽ പോയി. അരുൺകുമാർ വിടാൻ ആഗ്രഹിക്കുന്നതും അരുൺകുമാർ പിടിക്കാൻ ഉദ്ദേശിക്കുന്നതിനും മറുപടി അറിയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അതിന്റെ ആവശ്യം, എന്നോട് അങ്ങനെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ എല്ലാ അങ്ങ് ചോദ്യങ്ങൾ അങ്ങ് പ്രേക്ഷകർ ഉന്നയിക്കാവുന്ന ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കും. എനിക്ക് അനൗചിത്യമായി തോന്നിയ കാര്യം ഞാൻ ഇവിടെ അങ്ങ് ശ്രദ്ധിക്കാത്തോണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ പറയേണ്ട കാര്യങ്ങൾ എന്തായിരുന്നുവെന്നും ഈ കാര്യത്തിൽ ഏകോപനത്തിന്റെ പ്രശ്നം, ഈ പറഞ്ഞ വാർത്താക്കുറിപ്പ്, അങ്ങ് പറഞ്ഞ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വാർത്താക്കുറിപ്പിന്റെ അടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ ഏകോപനം എന്നാൽ തിരുവനന്തപുരത്ത് പോയി അവിടെ കസേരയിൽ ഇരുന്ന് നടത്തി അവിടെ നിന്ന് കറക്കി വിളിക്കേണ്ട ഒരു കാര്യമാണ് ഏകോപനം എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം വിളിച്ചിരുന്നു എന്നുള്ള കാര്യം മന്ത്രിമാർ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം വിളിച്ചെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വിളിക്കൽ എവിടെ നിന്ന് വിളിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ വിലയിരുത്താവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ വയനാട്ടിൽ ദുരന്തമുണ്ടായ സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ടാകും, അന്ന് മോദി അവിടെ പോയി കുട്ടികളെ അടക്കം കയ്യിലെടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോവുകയും ഒരു പ്രകടനമൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പ്രധാനമന്ത്രി ഇപ്പോൾ ഇതാ വലിയ സഹായം തരാൻ പോകുന്നു. ആ സഹായം നൽകിയില്ല. അന്ന് പിണറായി വിജയൻ അവിടെ വന്നിട്ടില്ല എന്നുള്ള വിമർശനം വന്നത് അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ. അന്നും പിണറായി വിജയൻ അങ്ങോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും സ്വകാര്യ വീട്ടിൽ വിരുന്ന് സൽക്കാരത്തിന് പോയതല്ല. അങ്ങേ ആവേശം കൊള്ളാതെ പറയുന്നത്. ഞാൻ ഉന്നയിച്ച വിഷയമല്ല അങ്ങ് പറയുന്നത്. ഞാൻ വിസിറ്റ് പോയതിനെ കുറിച്ച് ഒന്നല്ല പറയുന്നത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. പിണറായി വിജയൻ അന്ന് അവിടെ പോയി ആ ദുരന്ത മുഖത്ത് ആ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ചുറ്റി നിന്ന് കാണണമായിരുന്നു എന്ന അഭിപ്രായം എനിക്കില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ എന്റെ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഡോക്ടർ അരുൺ. അങ്ങ് അത്ര ആവശ്യമൊക്കെ കൊണ്ടുള്ളൂ പിണറായി വിജയന് വേണ്ടി. എനിക്കത് പ്രശ്നമല്ല. വളരെ വളരെ മോശമായ ഒരു പ്രയോഗമാണ് ഇപ്പൊ നടത്തിയത്. മണ്ണിനടിയിൽ കിടക്കുന്ന ഇപ്പോഴും കാണാതിരിക്കുന്ന 7 പേർക്ക് വേണ്ടിയാ, 7400 അവരെ രക്ഷിച്ചെടുക്കുന്ന ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി ഒരു വിരുന്ന് സൽക്കാരത്തിൽ പോയി പങ്കെടുത്തതിനകത്ത് അനൗചിത്യമില്ല എന്നെങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകയെ താങ്കൾക്ക് പറയാൻ പറ്റുക? തോന്നിവാസം പറയരുത്. എങ്ങനെ തോന്നിവാസം പറയരുത്? ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വാചകം അങ്ങ് എടുത്ത് പറയൂ. ഞാനൊരു വാചകം പറഞ്ഞിട്ട് അങ്ങ് പറയൂ. ഇല്ല, അരുൺകുമാർ ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ പറയാത്ത വാചകം എന്റെ വായിൽ തിരികണ്ട. ഞാൻ പറയാത്ത വാചകം ഇല്ല. അരുൺകുമാർ പറയുന്ന വാചകം എടുത്ത് പറയാനല്ല സ്മൃതിപരുത്തിക്കാട് ഇവിടെ ഇരിക്കുന്നത്. സ്മൃതിപരുത്തിക്കാരന്റെ അഭിപ്രായമുണ്ട്. അങ്ങ് നടുക്കിരുന്ന് അഭിപ്രായങ്ങൾ തേടാം. അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അതായത് അരുൺകുമാറിന്റെ അഭിപ്രായം സ്മൃതിയുടെ വായിൽ തിരികിട്ട് സ്മൃതിയുടെ വായിൽ നിന്ന് വരേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാൻ കഴിയുമോ? എനിക്ക് പറയാൻ നിങ്ങളുടെ ആരുടെയും ചീട്ട് വേണ്ട അരുൺകുമാർ. എനിക്ക് പറയാൻ എനിക്ക് നിങ്ങളുടെ ചീട്ട് വേണ്ട അരുൺകുമാർ. എനിക്ക് നിങ്ങളുടെ ചീട്ട് വേണ്ട. എനിക്ക് നിങ്ങളുടെ ചീട്ട് വേണ്ട. എനിക്ക് നിങ്ങളുടെ ചീട്ട് വേണ്ട. അനൗചിത്യമായി എനിക്ക് നിങ്ങളുടെ ചീട്ട് വേണ്ട. എനിക്ക് നിങ്ങളുടെ ചീട്ട് വേണ്ട. അപ്പൊ അങ്ങ് ചീട്ട് വേണം ആയിക്കോട്ടെ, അത് വേണമല്ലോ. അതാണല്ലോ നമ്മുടെ ചർച്ചയുടെ വിഷയം. മുഖ്യമന്ത്രിയുടെ മറുപടി ആയോ എന്ന ചോദ്യത്തിന് അർത്ഥം ജനത്തിനോടുള്ള മറുപടി ആയോ എന്ന് തന്നെയാണല്ലോ ആ ചോദ്യത്തിന് അർത്ഥം. ആ ചോദ്യം ഞാനാണല്ലോ എഴുതി തന്നത് അല്ലെ? ആ ചോദ്യത്തിന് അർത്ഥം മുഖ്യമന്ത്രി നൽകിയ മറുപടി ആയോ എന്നുള്ള എന്റെ ഉത്തരം എല്ലാ മറുപടി പറയുന്നുണ്ട്. എല്ലാ മറുപടി അല്ല എന്ന് പറഞ്ഞു. അങ്ങേക്ക് എന്താ മലയാളം പറയാൻ മനസ്സിലാവില്ല? അല്ല, അങ്ങ് ആ തന്ത്രം കയ്യിൽ വെച്ചാൽ മതി. എന്റെ
മുന്നറിയിപ്പ് ഇല്ല, ഇവിടെ കിട്ടിയാൽ ചോദ്യോത്തര ശരിയാണ്. വേളയല്ല ഈ പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരി. ഈ ചോദ്യോത്തര വേളയൊന്നും വേണ്ട. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ വാർത്താ സമ്മേളനത്തിൽ ആകെ മുഖ്യമന്ത്രി നൽകിയ ഏറ്റവും മാന്യമായ മറുപടി എന്നുള്ളത് അധ്യാപകരുടെ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി അതായിരുന്നല്ലോ ഇന്നത്തെ ഏറ്റവും അത് വലിയ വിഷയം. മാത്രമായിരുന്നു. കേരളം ഒരു ഞാൻ ദുരന്ത മുഖത്ത് പറഞ്ഞതിന്റെ അർത്ഥം നിൽക്കുമ്പോൾ, മറ്റു മുഖ്യമന്ത്രി മറുപടികൾ ഏറ്റവും മനോഹരമായ മറുപടി പറഞ്ഞതാണ് കൃത്യമായിരുന്നില്ല എന്നും മറ്റു മറുപടികൾ കൃത്യമായിരുന്നില്ല എന്നും അത് അതിവൈകാരികമായിരുന്നുവെന്നും അങ്ങനെ ഒരു മറുപടിയല്ല മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. പക്ഷേ സ്മൃതിയുടെ ഉത്തരം ഉചിതമായി എന്നാണ്. ഉചിതം എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? മറുപടിയായോ? മറുപടിയായി, പക്ഷേ എല്ലാ മറുപടിയും കൃത്യമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങ് യെസ് ഓർ നോയിൽ മറുപടി എല്ലാ മറുപടിയും കൃത്യമായിട്ടില്ല. മറുപടി ചില കാര്യങ്ങൾ മറുപടി പറഞ്ഞു. അതെന്റെ സൗകര്യം. അതെങ്ങനെയാണ് മറുപടിയായോ? മറുപടി പറയല്ലേ വാർത്താ സമ്മേളനത്തിൽ മറുപടി. അല്ലാതെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച മുഖ്യമന്ത്രിയൊന്നും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അക്ഷമയോടെ നൽകിയ മറുപടികളാണ് കണ്ടിട്ടില്ല. ആ മറുപടികൾ തന്നെയാണ്. ആ മറുപടി കൃത്യമാണോ, നമുക്ക് തൃപ്തികരമാണോ എന്ന് ചോദിച്ചപ്പോൾ തൃപ്തികരമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തൃപ്തികരമായ മറുപടി എന്നത് ഒന്നിൽ മാത്രമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മറുപടിയായോ ചോദിച്ചാൽ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മറുപടിയും കൃത്യമായിരുന്നില്ല എന്ന അഭിപ്രായം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മറുപടിയായോ എന്നാണ് ചോദ്യം. മുഖ്യമന്ത്രിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയാൻ സാധിച്ചോ? എല്ലാ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇത് നോക്കിപ്പം 2018 പ്രളയം, 19 പ്രളയം, കോവിഡ് സമയം, ഈ സമയത്തൊക്കെ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയമാണ്. അന്നത്തെ പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും കേരളത്തിൽ നമ്മളെല്ലാവരും ഓർത്തു വെക്കുന്നതാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ സമയത്താണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. അത് 2018 19 ഉണ്ടായ പ്രളയവും കോവിഡും അടക്കമുള്ള കാര്യങ്ങളിലാണ്. അവിടെ നിന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്, 2018 പ്രളയം എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒന്നായിരുന്നു. അന്ന് നമ്മൾ ഒന്നിച്ചിറങ്ങിയേ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. കാരണം അന്ന് നമ്മൾ പല പ്രതിസന്ധികളെയും പരിമിതികളെയും നമ്മൾ വലിയ ജനമുന്നേറ്റത്തിലൂടെയാണ് നേരിട്ടത്. അന്ന് ഈ സംവിധാനങ്ങൾ ഇത്രത്തോളം അലേർട്ട് ഉണ്ടായിരുന്നില്ല. ഈ തരത്തിലുള്ള ഫണ്ട് വിനിയോഗം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈ പ്രകൃതിക്ഷോഭങ്ങളെയും പ്രളയങ്ങളെയും നേരിടാൻ വളരെ കൃത്യമായ ഒരു SOP പ്രാബല്യത്തിലുള്ള ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ നേരിട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിക്ക് രാത്രി പ്രളയബാധിതമല്ലാത്ത മുഴുവൻ ജനങ്ങളുടെയും യുവജന സംഘടനകളും യുവാക്കളും കഴിയാവുന്നത് എല്ലാ സഹായങ്ങളും പ്രളയ മേഖലയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ സാനിറ്ററി നാപ്കിൻ, പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മെഡിസിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഈ ഇന്ന ഇടങ്ങളിലൊക്കെയാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കേണ്ടത് എന്ന് വളരെ കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചത്? അന്ന് എവിടെ ഈ പ്രളയം ബാധിക്കാത്ത മേഖലകളിൽ എവിടെയൊക്കെ ഏതൊക്കെ സ്കൂളുകളുണ്ടെന്ന് അന്വേഷിക്കുന്നു, അവിടത്തേക്ക് കിടക്കകൾ കൊണ്ടുപോകുന്നു, അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നു. അങ്ങനെ ഇപ്പം അങ്ങനെയല്ല. എവിടെയൊക്കെയാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഉണ്ടാവേണ്ടതെന്ന് വളരെ കൃത്യമായ തീരുമാനം മുൻകൂറായി എടുത്തിട്ടുണ്ട്. ഓരോ ഈ പറയുന്ന സ്ഥലങ്ങളിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർ അവിടെ മെഡിക്കൽ ഡ്യൂട്ടിയിലും ഉണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ ഇപ്പോൾ ഇന്നൊരു സ്ത്രീ പറയുന്നത് കേട്ടു, ഞങ്ങൾക്കൊക്കെ ഷുഗറും പ്രഷറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അവർ മരുന്ന് കിട്ടിയില്ല എന്ന് പറയുന്നില്ല, പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്ന് പറയുകയും ചെയ്തു. മരുന്ന് കിട്ടിയില്ല എന്ന് പറയുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നതുണ്ട്. പക്ഷെ അപ്പോഴും നമുക്കൊരു ലീഡർഷിപ്പ് വേണം. സിസ്റ്റം നമ്മളോട് പ്രോപ്പറായി സമയബന്ധിതമായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നത് ആശ്വാസം പകരുകയുള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താലും ഒരു ആശ്വാസവാക്ക് പറയുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. ഇപ്പം നമ്മൾ പല മുഖ്യമന്ത്രിമാർക്കും പല തരത്തിലുള്ള ഒരു അപ്രോച്ചുണ്ട്. നമുക്കിപ്പോൾ നിപ്പ മുൻപ് വന്ന സമയത്ത് ഭയഭീതമായ സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? നമ്മളെല്ലാവരും ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ പോലും പഴങ്ങളുടെ കൺസംഷൻ വലിയ തോതിൽ കുറഞ്ഞു. വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഇവിടെ നിപ്പയുണ്ടായി. നമ്മുടെ വിപണിയെ ബാധിച്ചില്ല ഇത്തവണ. അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിമാരുടെ തന്നെ അപ്രോച്ചുമായി ബന്ധപ്പെട്ട്, പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി നടത്തി. ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി നടത്തിയ സമയത്ത് CPM ഉന്നയിച്ച വിമർശനം എന്താ? തഹസിൽദാർമാർ ചെയ്യേണ്ട, വില്ലേജ് ഓഫീസർമാർ ചെയ്യേണ്ട കാര്യമാണ് ചെയ്തത് എന്ന വിമർശനം ഉന്നയിച്ചു. ശേഷം 6 മണിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ കോൺഗ്രസ്സുകാർ ഉന്നയിച്ച വിമർശനം എന്താ? PR തള്ളാണ് എന്ന വിമർശനം ഉന്നയിച്ചു. VD സതീശന് മറ്റൊരു അപ്രോച്ചാണുള്ളത്. അപ്പോൾ VD സതീശൻ പറയുന്നത് ഈ സിസ്റ്റം ഞാൻ വർക്ക് ചെയ്തെടുക്കുകയാണ്, അവിടേക്ക് ഞാൻ പോകേണ്ടതില്ല എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ നിലപാടുള്ളത്. ഉമ്മൻചാണ്ടി ചെയ്ത കാര്യത്തെ പിണറായി വിജയൻ അനുകരിച്ചിട്ടില്ല. മാത്രമല്ല അതിനെ വിമർശിച്ചിട്ടുമുണ്ട് CPM. ഇദ്ദേഹം ഇപ്പോൾ പിണറായി വിജയൻ പൗരപ്രമുഖരുമായി നടത്തിയ ചർച്ച അണ്ടിപ്പരിപ്പ് ചർച്ച എന്ന വിമർശനം ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഈ പൗരപ്രമുഖന്മാർ?
പൗരന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നവകേരള ബസിന്റെ ലിഫ്റ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട്, ധൂർത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മ്യൂസിയം ആക്കണമെന്ന് AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മുഖ്യമന്ത്രിമാർക്കും ഓരോ അപ്രോച്ചാണ്. പക്ഷെ അവിടെയും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ആശ്വാസ വാക്ക് പറയാൻ മുഖ്യമന്ത്രി എത്തിയാൽ അത് ആശ്വാസം തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനം നടത്തിയാൽ എൻ്റെ ഓഫീസ് ബ്രീഫ് ചെയ്യും എന്ന് VD സതീശൻ പറഞ്ഞത് അനുചിതമല്ല എന്ന് തന്നെയാണ് ഞാൻ ഉചിതമല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം അത് ബ്രീഫ് ചെയ്തു എന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷേ പിണറായി വിജയൻ 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തിയതിനെ തള്ളി പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതല്ല അദ്ദേഹത്തിന്റെ രീതി എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇനി മറ്റൊരു കാര്യം, ആദ്യത്തെ ദിവസം ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ഭക്ഷണത്തിന് പ്രശ്നമുണ്ടായി. ഉണ്ടാകരുതാത്തതാണ്. പത്തനംതിട്ടയിലെ ചില കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് രാത്രി പിറ്റേ ദിവസം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ഭക്ഷണം വിളമ്പേണ്ടതുണ്ട്, അതിനാവശ്യമായ കാര്യങ്ങൾ അവിടെയുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ നിന്ന് പോകാൻ. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ അവിടെ പോയിരിക്കുന്ന ചോദിക്കാനും വസ്തുതാപരമായ കാര്യങ്ങൾ ചോദിക്കാനും അല്ലേ, എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഏത് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലാണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പര്യാപ്തമായ മറുപടിയൊന്നും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടിയോ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ മറുപടിയോ അവിടെ വളരെ പര്യാപ്തമായിരുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രശ്നം. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. 2 സംഭവങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഒന്ന്, ഈ പത്തനംതിട്ടയിലെ പ്രശ്നം. അതിൽ 3 അഭിപ്രായങ്ങൾ അവർ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ജെനുവിൻ, രണ്ടാമത്തേതാണ് ജെനുവിൻ എന്ന് 2 രാഷ്ട്രീയ പാർട്ടികളും പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? 2 അഭിപ്രായം അവർ പറഞ്ഞു കഴിഞ്ഞു. സമ്മർദ്ദം കൊണ്ടാണ് ഈ അഭിപ്രായം 2ഉം പറഞ്ഞത് എന്നത് സംബന്ധിച്ച് യാതൊരു തെളിവും മുന്നിലില്ല. പിന്നീട് വീണ്ടും അമ്മ മാറ്റി പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് തന്നെ PC വിശ്വനാഥും അബിൻ വർക്കിയും അടക്കമുള്ളവർ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ പോകുമ്പോൾ അവരോട് വളരെ കാര്യമായി സംസാരിച്ചിരിക്കുന്നതും അവരുടെ കൈയെടുത്ത് പിടിച്ച് സംസാരിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നു. അപ്പോൾ അതിലൊരു സംശയമുണ്ട്. ഇനി എന്തെങ്കിലും അവർ സത്യം പറയുകയാണെങ്കിൽ മാത്രമേ നമുക്കതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്താൻ കഴിയുള്ളൂ. 2 അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു സ്ത്രീയുടെ പ്രതികരണം കണ്ടു. അതെന്താണെന്നറിയാമോ? ഞങ്ങളൊക്കെ LDF-കാരാണെന്ന് എല്ലാവർക്കും അറിയാം എന്നവർ പറയുന്നുണ്ട്. ഞങ്ങളുടെ LDF ആയിരുന്നെങ്കിൽ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പാർട്ടിക്കാരിയുടെ ബൈറ്റ് എന്ന നിലയ്ക്കാണ് കോൺഗ്രസ്സുകാർ അതിനെ തള്ളി പറയുകയും ചെയ്യുന്നത്. ഒരു ക്യാബേജിൻ്റെ ഇലയും കുറച്ച് ഒരു പിടി ചോറുമാണ് കിട്ടിയത്, ഒരു പേസ്റ്റോ ബ്രഷോ വേണമെന്ന് ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 2 വിമർശനങ്ങളാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയത്. നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും പരാതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇല്ല എന്നുകൂടിയാണ് ഞാൻ ഇന്നുകൂടി ഡെസ്കിൽ അത് കൺഫേം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ വിരുന്നുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭക്ഷണം അവിടെയാണ് ക്രമീകരിച്ചത്. അദ്ദേഹം ഭക്ഷണം അവിടെ കഴിക്കാൻ പോവുകയും ചെയ്തിരിക്കുന്നു, ശരിയാണ്. പക്ഷേ അതിൽ അനൗചിത്യമുണ്ട്. മുഖ്യമന്ത്രി ഈ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരേണ്ടുന്ന ഒരു സമയമായിരുന്നില്ല അത് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടെ സംസ്ഥാനം ദുരന്തബാധിതമായ ഒരു സമയമാണ്. ഇന്നലെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സമയമടക്കമാണ് ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തത്. അതിലൊരു അനൗചിത്യം അത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എങ്കിൽ മറ്റാർക്കും അത് പറയാൻ കഴിയില്ല. അത് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുകയോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹം ഖേദപ്രകടനം നടത്തേണ്ടതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തിപരമായ തീരുമാനമാണ് എന്നതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഇനി ജ്വല്ലറി ഉദ്ഘാടനം യാതൊരു ന്യായീകരണവുമില്ല. ഇപ്പോൾ 2018 പ്രളയമുണ്ടായ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ഔദ്യോഗികമായ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തു. തിരുവനന്തപുരത്ത് തുടരും. പക്ഷേ ഇന്നത്തെ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തിട്ടില്ല. അതിൻ്റെ ഏകോപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മന്ത്രിമാരെ ഓരോ ജില്ലകളിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. അത് ആ സിസ്റ്റം ചട്ടപ്പടി നടക്കും എന്നുള്ളതായിരുന്നു VD സതീശൻ്റെ വിശ്വാസം. അതിന് വിരുദ്ധമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന വിമർശനം പലരും ഉന്നയിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് പ്രോപ്പറായ സാധനങ്ങൾ മാറ്റാനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് വെള്ളം വന്നു, ശരിയാണ്. ഇന്ന് പത്തനംതിട്ടയിൽ 530% അധികം മഴയാണ് ലഭിച്ചത്. രാത്രി 11 മണിക്ക് പോകുന്ന സമയത്ത് മഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഇല്ല. രാവിലെ 4 മണിക്ക് മുങ്ങി. അതിനിടയിൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടില്ല. ഇത് മിന്നൽ പ്രളയമായിരുന്നു. ഇനി ഓറഞ്ച് അലർട്ട് അല്ലേ, മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത പറഞ്ഞിട്ടില്ലേ എന്നുണ്ടെങ്കിൽ ശരിയാ. ഇന്ന് എറണാകുളത്ത് ഏതാ അലർട്ട്? നമ്മളൊക്കെ നമ്മുടെ വീട്ടിലല്ലേ കിടക്കുന്നത്. ഇന്ന് എറണാകുളത്ത് ഓറഞ്ച് അലർട്ടാ. തിരുവനന്തപുരവും കൊല്ലവും മാത്രമാണ് വ്യത്യസ്തമായ സാഹചര്യമുള്ളത്. ബാക്കി 12 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാ. ഇത്രയും മനുഷ്യരോടും രാത്രി മിന്നൽ പ്രളയം ഉണ്ടാകും, നിങ്ങൾ റെഡി ആയിരിക്കണം എന്ന് പറയുന്നുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും നമ്മൾ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടോ? ഇങ്ങനൊരു സാഹചര്യം എവിടെയുണ്ട്? ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ 2018 ശേഷവും വയനാട് ദുരന്തത്തിന് ശേഷവും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ചെയ്യുന്നൊരു കാര്യം എന്താ അറിയാമോ? എല്ലാ മുന്നറിയിപ്പുകളും നൽകും. നിങ്ങൾ മണ്ണിടിച്ചിലൊന്നും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ ഇവർ എളുപ്പത്തിൽ എന്താ ചെയ്യുന്നത് അറിയാമോ? മണ്ണിടിച്ചിലുണ്ടാകും, കെട്ടിടങ്ങൾ തകർന്നു വീണും, ഇങ്ങനെ മഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങൾ മുഴുവനും ഒരു വാർത്താക്കുറിപ്പായിട്ട് ഇങ്ങനെ ഇറക്കും. 12 ജില്ലകളിൽ ആളുകളെ പ്രതിരോധിപ്പിക്കാൻ പറ്റുമോ?
ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ മാധു, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് ഡിസാസ്റ്റർ പ്രോൺ ഏരിയയിലല്ലേ ആൾക്കാരെ മാറ്റി താമസിപ്പിക്കണ്ടു. അതിന് ഒരു ഓറഞ്ച് ബുക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ അഫക്റ്റഡ് ആയ സ്ഥലങ്ങളിലുള്ള ഇത്ര പേരെന്ന് നിശ്ചയമായ കണക്കുണ്ട്, അവരെയാണ് മാറ്റി പാർപ്പിക്കുക. അല്ലാതെ ഇപ്പൊ ടൗണിൽ കിടക്കുന്നത് നമ്മളെന്തിനു മാറ്റുന്നത്? അല്ലേ, ഇവിടെ ഓറഞ്ച് അലേർട്ട് ആണ് ഇന്നുള്ളത് ഈ ജില്ലയിൽ. പക്ഷെ നമ്മൾ disaster prone ഏരിയയിലല്ല. ഓക്കെ, അല്ല ഇവിടെയും താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, ഇപ്പം പെരിയാറിൽ വെള്ളം സീപോർട്ട് വരുന്നില്ലല്ലോ എയർപോർട്ട് റോഡിന്റെ അപ്പുറത്ത് താഴ്ന്ന പ്രദേശമാണ്, അവിടെ വെള്ളക്കെട്ടുണ്ടാവും. അവിടെയുള്ള ആളുകൾക്ക് ഇനി ഒരു കാര്യം കൂടി, ഉണ്ടാകുമെന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പ് വരുമ്പോൾ സ്വാഭാവികമായും അത് ഏത് പ്രദേശത്താണ് ആ പ്രദേശത്ത് മണ്ണിടിച്ചിൽ പ്രദേശമില്ല. മണ്ണിടിച്ചിൽ സാധ്യത എന്ന് പറയുന്ന പ്രദേശം നമുക്ക് നിലവിൽ അല്ല, ഉണ്ട്, പറയാനും ഉണ്ട്, കഴിയും. ഇവിടെയല്ല. ഉണ്ട്. ഞാൻ പറഞ്ഞ കോട്ടയം വയനാട് അടക്കമുള്ള വേപ്പാടി അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കൂ, ഇവിടെ KK റോഡിൽ 18 ഇടത്തോ മറ്റോ ആണ് മണ്ണിടിഞ്ഞത്. പിന്നെ കുട്ടിയുടെ വീടിന് 200 മീറ്റർ അപ്പുറത്താണ് ഇന്ന് മലപ്പുറത്ത് മണ്ണിടിഞ്ഞത്. ഈ എന്താണ് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോൺ ഏരിയയാണ്. ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി പ്രോപ്പറായി പറയാൻ കഴിയുന്ന സംവിധാനമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അദ്ദേഹം അന്ന് പങ്കെടുത്ത മറ്റൊരു പരിപാടിയുണ്ട്, ഒരു കോഫി ബ്രാൻഡുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അത് വ്യക്തിപരമായ സെലക്ഷനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. റദ്ദാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്താണ് റദ്ദാക്കാതിരുന്നത്? ഇന്നലെ നമ്മളും വിദ്യാർത്ഥി സമയത്ത് ചോദിക്കുകയും ചെയ്ത ആ ചോദ്യത്തിന് പക്ഷേ ഇതുവരെയും മറുപടി ഉണ്ടായിട്ടില്ല. PM ശ്രീയൊക്കെ കെട്ടടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഇന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കരാർ എന്ന് പറയുന്നത് സെപ്റ്റംബറിൽ തീരുന്നതാണ്. അതിനു മുൻപ് 31-ാം തീയതി, അതായത് ഈ മാസം ഇനി യാതൊരു തരത്തിലും ഉപയോഗിക്കേണ്ടതില്ലാത്ത ദിവസമാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായ കാര്യത്തിലല്ല പറഞ്ഞത് എന്ന കാര്യത്തിൽ അദ്ദേഹം സുതാര്യമായ മറുപടി പറഞ്ഞിട്ടില്ല. അത് ശരിയാണ്, സുതാര്യമായ മറുപടി പറഞ്ഞിട്ടില്ല. നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ കുറച്ചുകൂടി മര്യാദയ്ക്ക് ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു. അതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുമുണ്ട്. ഇത്രയുമാണ് എനിക്കതിൽ പറയാനുള്ളത്. അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. PM ശ്രീയിലൊഴികെ അദ്ദേഹം ഒരു തിരിച്ചു ചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. എവിടെയെങ്കിലും ദുരിതാശ്വാസ പ്രശ്നം ഉണ്ടായി എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ചോദ്യം മാധ്യമപ്രവർത്തകർക്ക് ഇന്നയിടത്ത് പ്രശ്നമുണ്ടായാലോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ കേട്ടില്ല. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ നോക്കൂ, എത്രയോ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുണ്ട്. ഇതിലെവിടെയെങ്കിലും ഈ പോകുന്നവരെല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ അല്ലേ? DYFIയുടെ ഭാഗത്തുനിന്നോ CPMന്റെ ഭാഗത്തുനിന്നോ ആ തരത്തിലുള്ളൊരു വീഡിയോ പ്രചാരണം ഉണ്ടായതായിട്ട് എനിക്കറിവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ അത്രമേൽ വലിയ ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കേരളം പോലെയൊരു സംസ്ഥാനത്ത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തു വരേണ്ടതാണ്. ഇനി ഉണ്ടെങ്കിൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. മറുപടിയായോ എന്ന ചോദ്യത്തിന് വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ ഉണ്ടായി. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. പൊതുവെ VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സ്വീകരിക്കുന്നൊരു രീതിയുണ്ട്. അർത്ഥസത്യങ്ങളെയും അസത്യങ്ങളെയും സത്യമെന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഇതിനെ പറയുന്നത് അശ്വത്ഥമാഹത കുഞ്ചര സിൻഡ്രം എന്നാണ്. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, പാതി നിങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്ന ഒരു ഭാഗം അതിൽ നിന്നെടുക്കും, അസത്യത്തിൻ്റെ ഒരു ഭാഗം അവിടെ മറച്ചു വയ്ക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ചെങ്ങന്നൂരിൽ പമ്പ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം പിന്നീട് വിവാദമായി. എന്തായിരുന്നു വിവാദമാവാൻ കാരണം? അമ്മമാർക്കറിയാവുന്ന പാചകവിധി മക്കളിലേക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. ആ പ്രസംഗത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പിന്നീട് തൊട്ടടുത്ത വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അമ്മമാർ, എൻ്റെ അമ്മ നല്ല പോലെ പാചകം ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ പാചകവിധി മക്കൾക്ക് കൈമാറുക എന്നതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് എവിടെയാ തെറ്റ്? ഈ ചോദ്യം ചോദിച്ചാൽ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കിത്, ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം ശരിയാണ് എന്നാണ് തോന്നുക. അയ്യോ, VD സതീശൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അമ്മയുടെ പാചക രുചി മക്കൾക്ക് കൊടുക്കണം, അതിന് ആൺമക്കളെന്ന് പറഞ്ഞിട്ടില്ല, പെൺമക്കളെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പമ്പ സാഹിത്യോത്സവത്തിൽ പറഞ്ഞത് VD സതീശൻ പറഞ്ഞ വാചകം എന്താ? അമ്മമാരുടെ കയ്യിലുള്ള പാചകവിധികൾ, അമ്മമാരോട് എനിക്കൊരു പരാതിയുണ്ട്, ആ പാചകവിധികൾ മക്കൾക്കോ, അത് കഴിഞ്ഞിട്ടൊരു കോമ ഇട്ടിട്ടുണ്ട്, മകൻ്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ്റെ ഭാര്യയായി വരുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞതാണ് വിവാദമായത്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയായ VD സതീശൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഭാഗം ഭംഗ്യന്തരേണ മറച്ചു വെച്ചു. ആദ്യത്തെ ഭാഗം മക്കൾ എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്തു. മകൻ്റെ ഭാര്യ എന്നുള്ള ഭാഗം അവിടെ നിന്ന് മറച്ചു വെച്ചു. ഇതാണ് അശ്വത്ഥാമ ഹതകുഞ്ചര സിൻഡ്രം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, VD സതീശനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്താ സമ്മേളനങ്ങളും ഈ അശ്വത്ഥാമ ഹതകുഞ്ചര സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനാണ് കാണാൻ കഴിയുക. ഇന്നും സംഭവിച്ചത് അത് തന്നെയാണ്. അത് ഓരോന്നോരോന്നായിട്ട് പൊളിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മളുടെ ഒരു ജോലിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ. അത് പ്രത്യേകിച്ച് ദുരന്തമുഖത്ത് ഇങ്ങനെയല്ല നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത്. നമ്മളെല്ലാവരും സംസാരിക്കേണ്ടിയിരുന്നത്, ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടിയിരുന്നത് എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനവും ഇതേപോലെ സാഹചര്യം വന്നാൽ കേരളം മെച്ചപ്പെട്ട ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തോട് കളവ് പറയുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ന മട്ടിലാണ് കാര്യങ്ങൾ പ്രചരിക്കുന്നത്. എന്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്?
ഞാൻ ഹെലികോപ്റ്ററിനെ കുറിച്ച് ഞാൻ 1, 2, 3, 4 ഒരു 4 പോയിന്റ് പറയാം. ഒന്ന്, ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയുന്നു. ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നല്ലേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞത്? ഞാൻ 2023 ഓഗസ്റ്റ് മാസം 31 തീയതി അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കേൾക്കുകയായിരുന്നു. ആ ബൈറ്റിൽ വളരെ കൃത്യമായി പറയുന്നു, 2023 ഓഗസ്റ്റ് 31 സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനം ധൂർത്തെന്നല്ലാതെ മറ്റെന്താണ് പറയുക എന്ന് പറയുന്നുണ്ട്. 2023 ഓഗസ്റ്റ് മാസം 31 തീയതി. അപ്പോൾ പിന്നെ ഇന്ന് എങ്ങനെയാണ് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ വന്ന് ഞാൻ ഹെലികോപ്റ്ററിനെ കുറിച്ച് ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? ഇതിപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ഈ വീഡിയോ അവൈലബിൾ ആണ്, നമ്മളുടെ ലൈബ്രറിയിലും അതുണ്ട്. രണ്ടാമത്തത്, ഒരു മുന്നറിയിപ്പും ഞങ്ങൾക്ക് കിട്ടാതെയാണ്, ഒരു മിന്നൽ പ്രളയമല്ലേ എന്നാണ് പറയുക വി.ഡി. സതീശൻ. മിന്നൽ പ്രളയമാകുമ്പോൾ മുന്നറിയിപ്പ് കിട്ടും, അനൗൺസ്മെൻറ്റിന് പോലും അറിയിപ്പ് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് നമ്മൾ IMDയുടെ വെബ്സൈറ്റിൽ എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടിയിരിക്കുന്ന ഒരു പ്രസ് റിലീസ് ഉണ്ട്. ആ പ്രസ് റിലീസ് വന്നിരിക്കുന്നത് 31/7/2026, അതായത് 1 തീയതി ഈ രാത്രിയിൽ 31 തീയതി രാത്രിയിൽ നടക്കാൻ പോകുന്ന വലിയ മഴയെക്കുറിച്ച് 31/7/2026 3 മണിക്ക് തന്നെ കൃത്യമായി ഓറഞ്ച് അലേർട്ടിനെ കുറിച്ചും 1 തീയതിയും 2 തീയതിയുമുള്ള അലേർട്ടിനെ കുറിച്ചും ചിത്രസഹിതം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, മിന്നൽ പ്രളയം, താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മരങ്ങൾ കടപുഴകാനുള്ള സാധ്യത, ഗതാഗത തടസ്സം എന്നു തുടങ്ങി ഈ ഓറഞ്ച് അലേർട്ടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും കൃത്യമായി സ്ഥലമടക്കം രേഖപ്പെടുത്തി കൃത്യമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. തീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് IMDയുടെ റിപ്പോർട്ട് വരുന്നത് 31 തീയതി വൈകുന്നേരം 3 മണിക്കാണ്. അപ്പോൾ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞതും വാസ്തവ വിരുദ്ധമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ ഹെലികോപ്റ്ററിൽ പോയപ്പോൾ ഒരു ഔദ്യോഗികമായ യാത്രയ്ക്കാണ് പോയത് എന്ന് പറഞ്ഞു. ഇന്ന് മൂന്നാമത്തെ കാര്യമാണ് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം. എന്താണ് ഔദ്യോഗിക യാത്ര? ആ ഔദ്യോഗിക യാത്രയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്തതുപോലെ ഒരു നിക്ഷേപ ഗ്രൂപ്പിനെ കാണാൻ പോയി എന്നാണ് പറഞ്ഞത്. ഇൻവെസ്റ്റ് ഗ്രൂപ്പിനെ കാണാൻ പോയി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സ്വാഭാവികമായും അത് നമുക്ക് വളരെ താല്പര്യമുള്ള വിഷയമാണ്. കേരളം നിക്ഷേപ സൗഹൃദമാകണമല്ലോ. അങ്ങനെ മുഖ്യമന്ത്രി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിനന്ദിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നൊരു നിക്ഷേപത്തെ കേരളത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഹെലികോപ്റ്ററിലേക്ക് പാഞ്ഞു പോയതാണ് മുഖ്യമന്ത്രി. പക്ഷേ ഞാൻ മുഖ്യമന്ത്രിയുടെ ഇന്നലെ സ്മൃതി പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാതെ മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് നിശ്ചയിക്കുന്ന ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിയുടേതടക്കം VIP-കളുടെ യാത്രകളെക്കുറിച്ചുള്ള ചില ഈ VIP മൂവ്മെൻറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള ചില സൂചനകളുണ്ട്. ആ സൂചനകളുടെ ഉത്തരവുകളുടെ ചില വിവരങ്ങൾ ലഭിച്ചു. അതുപ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവുകളുടെ ചില സൂചനകൾ പ്രകാരം അന്ന് 31 തീയതിക്ക് അദ്ദേഹം നടത്തിയ യാത്രയെക്കുറിച്ച് പറയുന്നത്, രാവിലെ 8:30 സെക്രട്ടേറിയറ്റിൽ നവകേരളം പ്രസൻറ്റേഷൻ നടത്തിയതിനു ശേഷം 10:15 AM കവടിയാറിൽ നിന്ന് ഹെലികോപ്റ്ററിൽ യാത്ര പുറപ്പെടും. 10:45 കൊച്ചി എയർപോർട്ടിൽ എത്തണം എന്നുള്ളതാണ്. എപ്പോഴാണ് വ്യവസായ നിക്ഷേപകരെ കാണണമെന്ന് പറഞ്ഞത്? വൈകുന്നേരം അല്ലേ? വൈകുന്നേരം വ്യവസായ നിക്ഷേപകരെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ 10:45 കൊച്ചി എയർപോർട്ടിലേക്ക് പോകുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം, നമ്പർ 1. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ആ യാത്ര വൈകിയത്? യാത്ര വൈകിയത് കാലാവസ്ഥ മോശമായതുകൊണ്ട്. തിരുവല്ല ഭാഗത്ത് എത്തിയപ്പോഴേക്ക് കാലാവസ്ഥ മോശമായി. അതുകൊണ്ട് ഹെലികോപ്റ്റർ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. വീണ്ടും കാലാവസ്ഥ ശരിയായപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിലേക്ക് കൊച്ചിയിലേക്ക് പോയി. അപ്പോൾ വൈകുന്നേരത്തേക്ക് നിശ്ചയിച്ചിരുന്ന മീറ്റിങ്ങിന് 10:15 പോകേണ്ട ആവശ്യമില്ല, 1. 2, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാക്ഷാൽ ബിൽഗേറ്റ്സ് പോലും അമേരിക്കയിൽ ഗവർണറോടോ പ്രസിഡന്റിനോടോ ഞാൻ വൈകുന്നേരം വന്ദേഭാരതിന് വന്നാൽ ഞാനങ്ങ് പോകുമേ എന്ന് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കേരളത്തിൽ അദാനിയോ അംബാനിയോ ആവട്ടെ, കേരളത്തിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിരിക്കുന്ന അനിൽ അംബാനി വന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുക, എപ്പോഴാണ് വരിക അങ്ങ്? ഞാൻ വന്ദേഭാരതിൽ വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അയ്യോ, വന്ദേഭാരതിലൊന്നും വന്നാൽ ശരിയാവില്ല, ഞാനങ്ങ് പോകും കേട്ടോ എന്ന് മുഖ്യമന്ത്രിയെ ബാർഗെയിൻ ചെയ്യാൻ ശേഷിയുള്ള ഏത് മുതലാളിയുണ്ട് ഇന്ത്യയിൽ? ആ മുതലാളി നമുക്കറിയണമല്ലോ. നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞു വിളിപ്പിക്കാൻ ശേഷിയും കരുത്തുമുള്ള ഏത് നിക്ഷേപകനാണ് ഇന്ത്യയിലുള്ളത്? നമുക്കറിയണമല്ലോ. അത്രയും വലിയ കപ്പാസിറ്റി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സാക്ഷാൽ ബിൽഗേറ്റ്സ് പോലും, ഇനി ഏറ്റവും വലിയ ആമസോണിൻ്റെ ഉടമ പോലും അവരുടെ രാജ്യത്തെ പ്രാദേശിക നേതാവാണെങ്കിൽ പോലും, പ്രാദേശിക ഭരണകർത്താവാണെങ്കിൽ പോലും അങ്ങോട്ട് പോയി കാണലാണ് പതിവ്. മുഖ്യമന്ത്രിയുടെ വസതിയിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്ഥലത്തോ പോകുന്നുവെന്നുണ്ടെങ്കിൽ അത് ആ വ്യവസായ വകുപ്പിൻ്റെ നിർദ്ദേശാനുസരണമാണെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലൊരു കൂടിക്കാഴ്ചയാണ് പതിവ്. അതല്ലാതെ മുഖ്യമന്ത്രിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തി ഈ വന്ദേഭാരതിൽ വരുന്നതിന് പകരം നേരത്തെ വരണമെന്ന് തിടുക്കപ്പെടുത്തി മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തുന്നു എന്ന് കേൾക്കുന്നത് തന്നെ ഒന്ന് അവിശ്വസനീയം. ഇപ്പോൾ ബ്രേക്കിംഗ് വാർത്ത, മഴക്കെടുതി ദുരന്ത മേഖല മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ ആറന്മുളയിൽ എത്തുന്ന മുഖ്യമന്ത്രി റാന്നി അടക്കം മേഖലകൾ സന്ദർശിക്കും. 4-ാം ദിവസം സന്ദർശിക്കുന്നു.
അപ്പോൾ വളരെ ഇപ്പോഴെങ്കിലും സന്ദർശിക്കാൻ സമയം കിട്ടിയത് കൊണ്ട് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ആ ശുഷ്കാന്തിയെ ആദരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വന്നാൽ, അപ്പോൾ ഹെലികോപ്റ്റർ യാത്ര എന്ന് പറയുന്നതിൽ ആ തടിമുടി കളവുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പറയാം, അന്ന് രാവിലെ 10:15 പോകേണ്ടിയിരുന്ന ആ യാത്ര 10:45 എത്തേണ്ട യാത്ര പിന്നീട് കാലാവസ്ഥ മോശം വ്യതിയാനം കാരണം മാറ്റിവെക്കുന്നു. അതിനുശേഷം യാത്ര പോകുന്നു. അതിനുശേഷം നേരെ എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം ഓൺ റെക്കോർഡ് നേരെ പോകേണ്ടത് ആലുവ ദേശത്തെ വീട്ടിലേക്കാണ്. പക്ഷേ പോയിരിക്കുന്നത് ആലുവയിലുള്ള കാരോത്തുകുഴി ആശുപത്രിയിലാണ്. ആലുവയിലെ കാരോത്തുകുഴി ആശുപത്രിയിൽ വിളിച്ച് ഈ വിവരം ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം എത്തിയിരുന്നു. അവിടെ അദ്ദേഹം 20 മിനിറ്റ് നേരം അദ്ദേഹം അടച്ചിട്ട മുറിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവുമായി സംസാരിച്ചിട്ടുണ്ട്. ഇനി ഭാര്യാപിതാവിൻ്റെ ആ മുറിയിൽ വെച്ചാണോ നിക്ഷേപ സൗഹൃദം നടത്തിയത് എന്ന് എനിക്കറിയില്ല. ബാക്കി ഒരിടത്തും അദ്ദേഹം പോയതായി ഒരു വിവരവും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല. ഇനി പ്രൈവറ്റ് ഡൊമൈനിൽ അദ്ദേഹത്തിൻ്റെ യാത്ര നിശ്ചയിക്കുന്ന VIP യാത്രയെ നിശ്ചയിക്കുന്ന ഉത്തരവിൽ പോലും അത് നിശ്ചയിച്ചിട്ടില്ല. ബാക്കി സമയം മുഴുവൻ അദ്ദേഹം ആലുവയിൽ ദേശത്തെ സ്വന്തം വസതിയിലുണ്ടായിരുന്നു. ഇതാണ് വാസ്തവം. എന്നിട്ട് എന്തിനാണ് ഇല്ലാത്തൊരു നിക്ഷേപകന്റെ പേരിൽ, നിക്ഷേപ ഗ്രൂപ്പിന്റെ പേരിൽ ഇങ്ങനെ ഒരു കളവ് പറയാൻ ശ്രമിച്ചത് എന്നൊരു ചോദ്യം ഒരുപക്ഷെ നാളെ വരും തലമുറ ചോദിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അക്കാര്യത്തിൽ. ഡിന്നർ മീറ്റിംഗ് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഡിന്നർ മീറ്റിംഗിലാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ ഡിന്നർ മീറ്റിംഗിൽ എത്തുമ്പോഴേക്കും പോകുമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്ദേ ഭാരതിലുള്ള യാത്ര ഒഴിവാക്കി. അതാണ് ഞാൻ മാധു, കേരളത്തിൽ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെയോ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് താങ്കളുടെ സമയമല്ല എൻ്റെ സമയത്ത് താങ്കൾ വരണമെന്ന് കൽപ്പിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏത് നിക്ഷേപകനാണെങ്കിലും അയാൾ നിശ്ചയിക്കാൻ പോകുന്ന തിട്ടൂരങ്ങൾക്ക് വഴങ്ങി ഒരു കരാർ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? അയാൾക്ക് ഈ മുഖ്യമന്ത്രി ആദരിക്കണ്ടേ? ഈ ഇവിടുത്തെ ചട്ടങ്ങൾ പാലിക്കണ്ടേ? ഏത് നിക്ഷേപകനാണത്? അത് നമുക്കറിയണമല്ലോ. അങ്ങനൊരു നിക്ഷേപകന്റെ പേര് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അറിയേണ്ട. ശരി, അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തൊരു കാര്യം, അദ്ദേഹം വളരെ ഞാൻ എല്ലാം ഏകോപിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അദ്ദേഹം ഭക്ഷണം കഴിച്ചതിലൊന്നുമല്ല. ആ കൺസേൺ ഒരു കൺസേൺ അല്ല. പക്ഷേ പ്രശ്നം എന്താ? ആ ദൃശ്യം ആരാ പുറത്തുവിട്ടത്? മാധ്യമങ്ങളാണോ? ഏതെങ്കിലും മീഡിയ ആണോ ആ ദൃശ്യം പുറത്തുവിട്ടത്? അദ്ദേഹത്തിന്റെ ആ വിരുന്നൊരുക്കിയ ബാഫക്കി തങ്ങൾ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചതാ. ആ പങ്കുവെക്കുന്ന സമയം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുരന്തമാണ്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ അങ്ങനെ ഒരു ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ചിത്രം വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിക്കും, എന്താ ഈ കാണിക്കുന്നത്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കേരളം മുഴുവൻ ഒരു വലിയ പ്രളയ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു. 12-13 അധികം വിഭവങ്ങളുമായിട്ട് ഇരിക്കുന്നൊരു തീന്മേശയിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നേരത്തെ മാധു പറഞ്ഞല്ലോ, പിണറായി വിജയൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നാ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് പിണറായി വിജയന് പറയാൻ പറ്റും. കാര്യം പിണറായി വിജയൻ മാധ്യമങ്ങളുടെ മുന്നിലും അവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയിലുമായിരിക്കുന്നത്. VD സതീശൻ ഈ ഭക്ഷണ വിഭവങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ധരിക്കുക? അത് വ്യത്യസ്ത രൂപത്തിലല്ലേ ധരിക്കുക? അത് പറയാൻ പറ്റില്ലല്ലോ. ആ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് തന്നെ അനൗചിത്യമാണ്. ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് നമ്മളാരുമല്ല. ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അങ്ങ് വിരുന്നുണ്ണാൻ പോയ, വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത വീട്ടിൽ നിന്ന് അങ്ങയുടെ ഘടകകക്ഷിയിലെ നേതാവ് തന്നെയാണ് അത് പ്രചരിപ്പിച്ചത്. ആ പ്രചരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യം അങ്ങ് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചേ അല്ല. അങ്ങ് നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അതിനുശേഷം അങ്ങ് 2 പരിപാടി പങ്കെടുത്തു. അതിലൊന്ന് റോസ് ലോഞ്ചിൽ നടന്നൊരു പരിപാടിയാണ്. അതിനുശേഷം അങ്ങ് ഒരു പരിപാടിയിൽ പങ്കെടുത്തു, കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ. ആ പരിപാടിയെക്കുറിച്ചാണ് മാധു നേരത്തെ സൂചിപ്പിച്ചത്. ഏതാ കടയുടെ പേരെന്നറിയാമോ? ബൈമി കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. ആ സമയത്ത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട്ടുമായിട്ട് 3 കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണ് മരിച്ചിരുന്നു. അങ്ങ് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ പോയ ഹൈലൈറ്റ് മാളിൽ നിന്ന് 34 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താമായിരുന്ന കൊണ്ടോട്ടിയിൽ 4 വയസ്സുള്ള ആദം ഐമൻ എന്ന് പറയുന്നൊരു കുട്ടി വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരുന്നു. 25 മിനിറ്റ് യാത്ര ചെയ്യാൻ എത്താൻ പറ്റുന്ന കോഴിക്കോട് കാപ്പാട് 2 വയസ്സുള്ള മാസിൻ എന്ന് പറയുന്ന മറ്റൊരു കുട്ടി ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരുന്നു. മലപ്പുറത്ത് തിരുവാലിയിൽ 2.5 വയസ്സുള്ള അബ്ദുൽ മുഹീൽ എന്ന് പറയുന്നൊരു കുട്ടി മരിച്ചിരുന്നു. മലപ്പുറത്തും കോഴിക്കോട് 3 കുഞ്ഞുങ്ങൾ ഇന്നലെ ഈ വെള്ളപ്പൊക്കത്തിൽ, ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്ന സമയമാണ് കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി പോയത്. ആ സമയത്താണ് പാലായിലും ആറന്മുളയിലും അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് 15ഓളം, അന്ന് 8 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 5200ഓളം പേരെ 273 ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിക്കാൻ ആറന്മുളയിൽ അബിൻ വർക്കിയും റാന്നിയിൽ നമ്മുടെ പഴകുളം മധുവും അടക്കമുള്ള MLA-മാർ നെട്ടോട്ടമോടുന്നത്. അവിടെയാണ് റവന്യൂ അധികാരികൾ എങ്ങനെയെങ്കിലും ഈ രക്ഷാപ്രവർത്തനം ഒന്ന് കൃത്യമായി ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലായിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പാലായിൽ രക്ഷാപ്രവർത്തനം, അങ്ങ് പൊന്നാനിയിലോ വിരുന്ന് സൽക്കാരം. ഇതാണ് യഥാർത്ഥത്തിൽ അനൗചിത്യത്തിൻ്റെ ചിത്രം. ഇവിടെയാണ് കൺസേൺ ഉള്ളത്. അവിടെ ഈ തൊട്ടടുത്ത സ്ഥലത്ത് ഇന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ചോദ്യം ഇതാ, അങ്ങ് ഹൈലൈറ്റ് മാളിൽ പോകുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഈ വീടുകളിൽ പോകാമായിരുന്നു. ഇന്നലെ കണ്ണൂരും കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ മഴയുണ്ടായിരുന്നു എന്നേ സാർ.
അങ്ങ് വാടകയ്ക്കെടുത്ത് അങ്ങ് യാത്ര ചെയ്ത ആ ഹെലികോപ്റ്ററിൽ 2-ാം തീയതി അങ്ങ് ജുവലറി ഉദ്ഘാടനത്തിന് പോകുന്നതിന് മുൻപ് അങ്ങ് അതേ ഹെലികോപ്റ്ററിൽ ഈ പറയുന്ന പ്രളയം ബാധിച്ച സ്ഥലങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യണമായിരുന്നു. അവിടെ പ്രളയം ബാധിച്ച മനുഷ്യരെ നിങ്ങൾക്ക് കാണാനോ ക്യാമ്പുകളിലേക്കോ പോകാനോ നിങ്ങൾക്ക് നേരിട്ട് സമയം കിട്ടിയില്ല. പക്ഷേ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാനും ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനും പോകാൻ സാധിച്ചു എന്നുള്ളിടത്താണ് ഇതിൽ ആശങ്കയുണ്ടാവുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഈ അശ്വത്ഥമാഹാത കുഞ്ചര പ്രയോഗമാണ് ഇന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അത് അത്യന്തം നിരാശാജനകമാണ്. കേരളം ഒരു പ്രളയ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെ ക്രൈസിസ് മാനേജരായി നിൽക്കേണ്ട കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ഇതേപോലെ പ്രൈവറ്റ് പരിപാടിക്ക് സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുകയല്ല വേണ്ടത്, എന്നിട്ട് മാധ്യമങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. മറുപടിയായോ എന്ന ചോദ്യത്തിന് മറുപടിയായില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. 3 പേരുടെ അഭിപ്രായം നോ എന്നാണ്, ഒരാൾ യെസ്.